കഞ്ചാവ് കേസിൽ റേപ്പർ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം 9 പേർക്കും ജാമ്യം നൽകി. എന്നാൽ പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ മൃഗവേട്ട വകുപ്പ് ചുമത്തി വനവകുപ്പ് കേസെടുത്തു. വനവകുപ്പ് കസ്റ്റഡിയിലെടുത്ത വേടന്റെ മാലയുടെ ചിത്രം 24-ന് ലഭിച്ചു. ആരും കുടുക്കിയതല്ല എന്നും ഗൂഢാലോചന ഇല്ല എന്നും വേടൻ പ്രതികരിച്ചു. വേടനെ കോടനാട്ടേക്ക് കൊണ്ടുപോയി. കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, പോലീസിന്റെ കേസിൽ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിക്കുന്നു. പക്ഷേ ഈ പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. നാളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. പുതിയ വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? രാവിലെ 11 മണിയോടുകൂടിയാണ് വേടന്റെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ വെച്ച് ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടുന്നത്. 9 പേരടങ്ങുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം നടത്തിയ പരിശോധനയിൽ വേടന്റെ കഴുത്തിലെ മാല, അത് പുലിപ്പല്ല് കൊണ്ടുണ്ടാക്കിയ മാലയാണ്. സ്വാഭാവികമായിട്ടും അത് വനംവകുപ്പിനെ പിന്നീട് പോലീസ് വിവരമറിയിക്കുകയും വനംവകുപ്പ് വന്ന് പരിശോധന നടത്തുകയും അതിനുശേഷം വിശദമായി നടത്തിയ പരിശോധനയിലാണ് അത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആരാധകൻ നൽകിയതാണെന്ന മൊഴി വേടൻ വനംവകുപ്പിനെ നൽകിയത്. പക്ഷേ അത് തന്റെ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ തനിക്ക് ഇത് ഇത്രയും കുറ്റകരമാണെന്നൊരു ബോധ്യമില്ല എന്ന് വേടൻ വനംവകുപ്പിന് മൊഴി നൽകിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, വന്യജീവിയുടെ നഖമോ അല്ലെങ്കിൽ പല്ലോ അത് കൈവശം വയ്ക്കുന്ന കുറ്റകരമാണ്. സ്വാഭാവികമായിട്ടും മൃഗവേട്ട വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്നതും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വേടനെ കോടനാടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേടന്റെ കൂടെ പിടിക്കപ്പെട്ട 8 പേർക്ക്, അത് കഞ്ചാവ് കേസിലാണ്, അവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടികൂടിയിരുന്നു. പ്രത്യേകിച്ചും കത്തിയടക്കമുള്ള ആയുധങ്ങൾ പിടികൂടിയിരുന്നു. അത് ആംസ് ആക്ട് വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കാൻ ആദ്യം പരിശോധിച്ചു. പക്ഷേ അതിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പിന്നീട് ആ ഒരു നടപടിയിലേക്ക് കടക്കാതെ നേരെ വനംവകുപ്പിനെ കസ്റ്റഡിയിലേക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ ഇപ്പോൾ വേടന്റെ അത് കുരുക്കായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് എവിടെ നിന്ന് ലഭിച്ചു, തമിഴ്നാട്ടിലെ ആരാധകൻ അത് മൃഗവേട്ട നടത്തി ലഭിച്ചതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൈമാറിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് വേടനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും തനിക്ക് ഇത് കുറ്റകരമാണെന്ന ബോധ്യമില്ല എന്ന് വേടൻ വ്യക്തമാക്കിയെങ്കിലും അത് നിയമപരമായി വേടനെ സംബന്ധിച്ച് വലിയ കുരുക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനം. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.